അങ്ങനെ iOS 18.4.1 റിലീസായിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ചയായിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഡിവൈസിലുണ്ടായ മാറ്റങ്ങൾ, അതോടൊപ്പം എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, എല്ലാ കാരണവും ഈ ഒരു അപ്ഡേഷൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സോ ഇതേപോലെ റെഗുലറായിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻസും ടിപ്സും ട്രിക്സും റിവ്യൂസും അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ദിസ് ഇസ് യുവർ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക. തുടങ്ങുന്ന നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ വന്ന മേജർ ബഗ് ഫിക്സിനെ പറ്റി സംസാരിക്കാം. ആ ഒരു ബഗ് ഫിക്സ് ആണ് കാർപ്ലേ എന്ന് പറയുന്നത്. സെറ്റിങ്സിൽ ഈ പറഞ്ഞ ജനറൽ ഓപ്ഷൻ എടുക്കാം. ജനറൽ ഓപ്ഷനിൽ നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ കാർപ്ലേ എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ കുറേയധികം ഡിവൈസുകൾക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി വയർലെസ് ആയിട്ടും നമുക്ക് ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന വയർലെസ് കണക്ടിവിറ്റി ഏത് നേരവും ഡിസ്കണക്റ്റ് ആയി പോവുക, അതോടൊപ്പം കാർപ്ലേ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം ഫീഡ്ബാക്കും കുറേ കാര്യം നമുക്ക് ലഭിക്കാത്ത ഒരു പ്രശ്നം ഈ പറഞ്ഞ കാർപ്ലേയിൽ കുറേ യൂസേഴ്സിന് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ആ ഒരു പ്രശ്നം ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാർപ്ലേ യൂസ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അങ്ങനത്തെ ഒരു ബഗ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ആയിട്ടുണ്ടാകും. ആൻഡ് നിങ്ങൾ ഈ ഒരു ബഗ്ഗോ ബാക്കി കാര്യങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത് വന്ന ഒരു ബഗ് ഫിക്സ് ആയിരുന്നു പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ ബഗ് എന്ന് പറയുന്നത്. എൻ്റെ ഐഫോണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വന്നൊരു പ്രശ്നമായിരുന്നു പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് പോപ്പപ്പ് ആയാലും അത് ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞാൽ കുറേ പേര് റിപ്പോർട്ട് ചെയ്തു. സെറ്റിങ്സിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. എല്ലാ ഓപ്ഷൻസും ഞാനിവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും മാത്രം എനിക്ക് എൻ്റെ ലോക്ക് സ്ക്രീനിൽ പോപ്പപ്പ് ചെയ്ത് വരും. ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ ഇപ്പോൾ ബെറ്റർ ആക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മെസ്സേജിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എനിക്ക് ഫോൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് പോപ്പപ്പ് ചെയ്ത് വരും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ പറയുന്ന നോട്ടിഫിക്കേഷൻസ് എടുക്കാം. ഇല്ലാത്ത പക്ഷം നമുക്ക് ആ നോട്ടിഫിക്കേഷൻ റിജക്ട് ചെയ്തിടാം. സോ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ്റെ ബഗ്ഗും ആപ്പിൾ ഇപ്പോൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അടുത്ത വന്ന ഒരു മേജർ ബഗ്ഗായിരുന്നു ക്യാമറ ബഗ് എന്ന് പറയുന്നത്. കുറേയധികം കൂട്ടുകാർക്ക് ഇൻക്ലൂഡിങ് എനിക്കുൾപ്പെടെ ഈ പറഞ്ഞ ക്യാമറ ബഗ് നല്ല രീതിക്കൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഫ്ലോലെസ് ആയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആവുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബ്ലാക്ക് സ്ക്രീൻ, അതേപോലെ ക്യാമറ സ്റ്റക്ക് എല്ലാം ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ക്യാമറ കൺട്രോൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനും ഈ പറയുന്ന ബഗ് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, എൻ്റെ ഈ പറയുന്ന ക്യാപ്ചർ ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്യാമറ ആക്സസ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ എടുക്കാം. നോക്കുമ്പോൾ മനസ്സിലാവും, ഈസി ആയിട്ട് എനിക്ക് ഈ പറഞ്ഞ ക്യാപ്ചർ ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ക്യാമറ ആക്സസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്യാമറ ബഗ്ഗും ക്യാപ്ചർ ബട്ടൻ്റെ ബഗ്ഗും ഇപ്പോൾ ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അടുത്ത് വന്ന ഒരു ബഗ് ഫിക്സ് ആണ് ടച്ച് ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ അപ്ഡേഷനിൽ ടച്ച് റെസ്പോൺസും ആപ്പിൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷന് ശേഷം അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ലഭിക്കാനുള്ള ചാൻസ്. ഇനി ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഉണ്ടായ പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഇത്രയും നേരം ഫീൽ ചെയ്യുന്നത്. ഇവൻ എന്തോ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ലാഗോ ക്ലട്ടറിങ്ങോ അതോടൊപ്പം മൈക്രോ സ്റ്റട്ടേഴ്സോ ഫീൽ ചെയ്യുന്നില്ല. സ്മൂത്ത് ആയിട്ട് തന്നെയാണ് എല്ലാ ആപ്ലിക്കേഷൻസും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം എല്ലാ ആപ്ലിക്കേഷൻസും കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ആപ്പിൾ മ്യൂസിക് എടുക്കാം, ഫ്ലോലെസ് ആയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതോടൊപ്പം ഞാനിപ്പോൾ ഈ ഒരു നോട്ട്സ് ആപ്പ് എടുത്തു, അത് ഓപ്പൺ ആയിട്ടുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന ക്യാമറ എടുത്തു, ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാ ആപ്ലിക്കേഷൻസും ലോഞ്ചിങ്ങും ബാക്കി കാര്യങ്ങളും ഈസി ആയിട്ട് തന്നെ അതോടൊപ്പം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ പെർഫോമൻസും ഈസ് ബെറ്റർ ഈ ഒരു അപ്ഡേഷനിൽ. അടുത്ത വന്ന ഒരു കാര്യമാണ് ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഹീറ്റിംഗ് അത്യാവശ്യം നല്ല രീതിക്ക് കൺട്രോൾ ആയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ചാർജ് ചെയ്യുമ്പോഴും എനിക്ക് ഒരു കൺട്രോൾ ആയിട്ടുള്ള ഹീറ്റിംഗ് ആണ് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഡിവൈസിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. യൂഷ്വലി നമുക്കറിയാം, ഈ പറഞ്ഞ ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി പോർഷനിൽ ഒരു ചെറിയ ചൂടുണ്ടാവും. ആ ഒരു ചൂട് നോർമലാണ്. അല്ലാത്ത പക്ഷം ബാറ്ററിയിൽ ചാർജ് ചെയ്യുമ്പോൾ ഒരു അൺയൂഷ്വലായ ചൂട്, അതോടൊപ്പം നല്ല ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു യൂഷ്വൽ ആയിട്ടുള്ള സിംറ്റം അല്ല, അത്യാവശ്യം നല്ലൊരു പ്രശ്നം ഈ പറഞ്ഞ ബാറ്ററിയിൽ വരുന്നുണ്ട്. അതോടൊപ്പം ഔട്ട്ഡോർ യൂസ് ചെയ്യുമ്പോഴും നല്ല ഹെവി ഗെയിമിങ് ചെയ്യുമ്പോഴും ബാറ്ററി ചൂടാവും. അത് നോർമലാണ്. അല്ലാത്ത പക്ഷം നോർമലായിട്ട് ഇതേപോലെ നമുക്ക് ഈ പറഞ്ഞ ആപ്സ് യൂസ് ചെയ്യാം, ഫോട്ടോസ് എടുക്കാം, ഈ പറഞ്ഞ ഫോട്ടോസ് നോക്കുക, വെബ് ബ്രൗസറിൽ നോക്കുക,
അങ്ങനെ ചെയ്യുമ്പോഴും നല്ല രീതിക്ക് ഡിവൈസ് ചൂടാവുന്നുണ്ടെങ്കിൽ അത് ഒരു ബഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിയുടെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കാം. ആ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. സോ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ ബാറ്ററി അത്യാവശ്യം നല്ലൊരു കൂൾ സ്റ്റേജിലാണ് ഫീൽ ചെയ്യുന്നത്. ബാറ്ററി ഇഷ്യൂസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ഹെൽത്ത് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റും എനിക്ക് തരുന്നത്. ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് നോക്കുമ്പോൾ എൻ്റെ നോർമലാണ്. മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 100% ആണ്. ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 190 ആണ്. കഴിഞ്ഞ വട്ടം എനിക്ക് നോക്കുമ്പോൾ 187 ആയിരുന്നു, ഇപ്പോൾ 190 ആയി. അതോടൊപ്പം ബാറ്ററി ചാർജിങ്ങിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 90-ലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. സോ 90-ലായതുകൊണ്ട് തന്നെ എനിക്ക് നമ്പേഴ്സ് ഓഫ് ബാറ്ററി സൈക്കിള് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആവുന്നതുകൊണ്ട് തന്നെ ബാറ്ററി ഡീഗ്രേഡിങ്ങും എനിക്ക് കുറച്ചധികം ടൈം കുറഞ്ഞു തന്നെയാണ് പോകാനുള്ള ചാൻസ്. സോ ബാറ്ററിയും എനിക്ക് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടാണ് ലഭിക്കുന്നത്. അടുത്തത് ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു ഡൗട്ടാണ്. ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ iOS 18.4.1 വലിയ ഒരു ഫീച്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീച്ചർ ജാം പാക്ക് ചെയ്യുന്ന ഒരു അപ്ഡേഷൻ അല്ല. അതിന് പകരം സെക്യൂരിറ്റി അപ്ഡേറ്റും ആൻഡ് ബഗ് ഫിക്സുമാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. iOS 18.4 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ലെങ്കിൽ iOS 18.4.1 അപ്ഡേറ്റ് ചെയ്തില്ല എന്നാണ് യാതൊരു പ്രശ്നവുമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ റെഗുലറായിട്ട് സെക്യൂരിറ്റി അപ്ഡേറ്റും ബാക്കി കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ് നമുക്കിട്ട് റിപ്പോർട്ട്. ആൻഡ് ഡിസ്പ്ലേ അടിച്ചു പോകുമോ, അതേപോലെ ഫോണിന് വല്ല കംപ്ലൈൻറ്റ് പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ ഒരു കാര്യത്തിൽ ആർക്കും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം കുറേയധികം കൂട്ടുകാർ ഡിവൈസ് എടുക്കരുത്, അതോടൊപ്പം ഡിവൈസിൽ ഗ്രീൻ ലൈൻ വന്നു, അങ്ങനെ കൂടുതലും ഇഷ്യൂസും കമൻസും നമുക്ക് തരുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ പേഴ്സണലി നമുക്ക് വരുമ്പോഴാണ് ആ ഒരു സങ്കടം നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഡിവൈസ് ഒന്നും നമ്മുടെ കൺട്രോളല്ല. ചില സമയത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളും ബാക്കി കാര്യങ്ങളും വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കാണിക്കുമ്പോൾ അവർ ആ ഒരു കാര്യം സർവീസ് ചെയ്ത് തരും. അൺലെസ് ഈ പറയുന്ന ഡാമേജ് നമ്മുടെ കയ്യിൽ നിന്ന് അല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും അപ്ഡേറ്റിന് തൊട്ട് മുമ്പ് ഈ പറഞ്ഞ ഡിവൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോണിൽ വേറെ സ്ക്രാച്ചോ ബാക്കി ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് അപ്ഡേറ്റിന് ശേഷം വന്ന കംപ്ലൈൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്നല്ല, അത് പ്യുവർലി സോഫ്റ്റ്വെയർ ബഗ്ഗാണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെന്ന് കാണിക്കുകയും നിങ്ങൾക്ക് ആപ്പിളിൻ്റെ കയ്യിൽ നിന്ന് സർവീസ് ചെയ്യാനും പറ്റുള്ളൂ. സോ ആ ഒരു കാര്യം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഡിവൈസും ഇതേപോലെ ഡിസ്പ്ലേ അടിച്ചു പോയി ഡിവൈസുമായിട്ട് തന്നു. അതെങ്ങനെയാണ് എന്താ ചെയ്തത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ അതാ ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് ഒരു പ്രൂഫ് ഓഫ് റെക്കോർഡ് പോലെ ഈ പറഞ്ഞ വീഡിയോ എടുത്ത് വെക്കുക ഫോൺ അപ്ഡേറ്റിന് മുമ്പും ശേഷവും. അത് മാത്രമാണ് നമുക്കൊരു പ്രൂഫായിട്ടും അതോടൊപ്പം അപ്പീൽ ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആൻഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡിവൈസ് പോകുന്നത് ഐഫോൺ മാത്രമല്ല, സാംസങ്ങിലും ബാക്കി എല്ലാ ഡിവൈസിലും ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐഫോൺ മാത്രമല്ല കുറേയധികം ഡിവൈസിലും ഈ ഒരു ഡിസ്പ്ലേ ഇഷ്യൂ കണ്ടുവരുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ iOS 18.4.1 കുറേയധികം പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ആപ്പിളിന് റെഗുലർ ആയിട്ടുള്ള വീഡിയോസും ബാക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. And thank you so much for watching this whole video. This is Yebin Sevia signing from Evika.